ാണ് നരേന്ദ്രമോദി പ്രാവശ്യം എത്തിയിരിക്കുന്നത് അല്ലെ. ഇപ്പോ നരേന്ദ്രമോദിയുടെ കരിയർ എടുത്തു നോക്കൂ. 2001 നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഗുജറാത്തിൽ BJPക്കാണ് ഭൂരിപക്ഷം. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും ഒരു സഖ്യകക്ഷി ഭരണത്തെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടില്ല. 2014 വരുമ്പോഴോ അത്ഭുതകരമായ വിജയം അല്ലെ. ഒറ്റയ്ക്ക് BJPക്ക് ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് 282 സീറ്റിന്റെ വിജയം. ആരെയും തിരിഞ്ഞു നോക്കണ്ട നരേന്ദ്രമോദിക്ക്. 2019 വീണ്ടും 303 സീറ്റ്, അപ്പോഴും ആരെയും തിരിഞ്ഞു നോക്കണ്ട. പക്ഷേ 2014 2019 നരേന്ദ്രമോദി BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അല്ലെ. 2024 അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 2024 ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? ആ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന പോഡിയത്തിന്റെ പിറകിൽ 2014 2019 BJP എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. 2024 ഉണ്ടല്ലോ, നിങ്ങൾ ആ വിഷ്വൽ എടുത്തു നോക്ക്, അതിന്റെ പുറകിൽ NDA എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം BJP അല്ല ഭരണത്തിൽ കയറിയിരിക്കുന്നത്, NDA ആണ് ഭരണത്തിൽ കയറിയിരിക്കുന്നത്. ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ പോകുന്നത് BJP ക്യാബിനറ്റ് അല്ല, NDAയുടെ ക്യാബിനറ്റ് ആണ്. ആ ക്യാബിനറ്റിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണണം. ഇതുവരെ ഒരു ഏകാധിപതിയെ പോലെ ഇരുന്ന ആളാണ് നരേന്ദ്രമോദി. ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളെയും കൂടെ കൂട്ടി ഓരോ ദിവസവും അഭിപ്രായം ചോദിച്ച് ഭരിക്കാൻ പോകുന്നത്? ഇനിയിപ്പോ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി ഒരു ഫോൺ എടുത്തിട്ട് ഒരൊറ്റ നേതാവിനെ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ വിളിച്ചിട്ടില്ല. നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു നേതാവുമാണ് നരേന്ദ്രമോദി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തെ ആദ്യത്തെ ഹെഡ്ലൈൻ എന്താണെന്ന് അറിയാവോ? നരേന്ദ്രമോദി തന്റെ ദൂതനെ ചന്ദ്രബാബു നായിഡുവിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോ ചന്ദ്രബാബു നായിഡു ഡിക്റ്റേറ്റ് ചെയ്യും, ഇനിയിപ്പം നിതീഷ് കുമാർ ഡിക്റ്റേറ്റ് ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് NDA എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ, അദ്വാനിയുടെ നേതൃത്വത്തിൽ, ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ, ജയലളിതയുടെ നേതൃത്വത്തിൽ NDA എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാകുന്നു 98. 2023 ആകുമ്പോഴത്തേക്കും 25 വർഷമായി ആ മുന്നണി. 23-25 വർഷം ആഘോഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആഘോഷിച്ചില്ല നരേന്ദ്രമോദിക്ക് NDA പ്രശ്നമായിരുന്നില്ല. ഇപ്പൊ 24 തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും NDAയുടെ യോഗം വിളിക്കണം. കാരണം എന്താ പറയുക, NDA ആണ് ഭരിക്കുന്നത്, നോട്ട് നരേന്ദ്രമോദി, നോട്ട് BJP. അപ്പോ BJPയെയും നരേന്ദ്രമോദിയെയും കട്ട് ഡൗൺ സൈസ് എന്ന് പറയത്തില്ലേ, അത് സംഭവിച്ചിരിക്കുന്നു. എന്നാൽ BJPയിലോ ഘടകകക്ഷികൾ പുറത്തുനിന്ന് ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും BJPയും ഇനി നിരന്തരം മോദിയെ ചോദ്യം ചെയ്യും. BJPയിൽ യോഗി ആദിത്യനാഥ് മുതൽ രാജ്നാഥ് സിംഗ് വരെ നിരന്തരം മോദിയെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മോദിക്ക് ഒന്ന് ഒപ്പിടുന്നതിന് മുന്നേ പണ്ടത്തെ പോലെയല്ല, റൂം അടച്ചിട്ടിരുന്ന് ഒപ്പിടാനൊന്നും പറ്റില്ല. രാജ്നാഥ് സിംഗിനെ മോദിനെയൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ അയോധ്യ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം ഏതാ? ഫൈസാബാദ്. ആ ഫൈസാബാദിൽ ആരാ വിജയിച്ച പ്രാവശ്യം? സമാജ്വാദി പാർട്ടിയാണ്. ഈ അയോധ്യയിൽ ഇദ്ദേഹം പോയി സ്ഥാപിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ രാമനുണ്ടല്ലോ, ഈ രാമൻ നരേന്ദ്രമോദി അനുഗ്രഹിച്ചില്ല. കാരണം രാമനെക്കാളും വലിയ ആളാണ് കേട്ടോ ഇപ്പൊ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ലോർഡ് ജഗന്നാഥൻ പോലും ആരാധിക്കുന്ന ദൈവമാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വക്താവായിട്ടുള്ള സംബിത് പാത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള JP നഡ്ഡ എന്താ പറഞ്ഞറിയാവോ? ദൈവങ്ങളുടെ രാജാവെന്നാണ്. അപ്പൊ പിന്നെ രാമൻ വിചാരിച്ചു, എന്നാ പിന്നെ എനിക്ക് ഏതായാലും മുകളിൽ പോകുന്ന ഒരാളല്ലേ, അദ്ദേഹത്തിന്റെ വഴിക്ക് നോക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് നോക്കാമെന്ന് ഈ അയോധ്യയിൽ രാമൻ വിചാരിച്ചിട്ടുണ്ടാവണം. അയോധ്യ പോയി. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഫലം, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് അവകാശപ്പെട്ട് സ്വയം അസാധാരണത്വം പ്രഖ്യാപിച്ച മോദിയെ വലിച്ചു താഴെയിട്ട് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, സാധാരണ രാഷ്ട്രീയക്കാരനാണ് എന്ന് ജനം പറഞ്ഞ ആ നിമിഷമാണ്. നരേന്ദ്രമോദി എന്ന ഒരു ഏകശിലാമാനമായ നേതാവിനെ ഇന്ത്യൻ ജനത ഒറ്റയടിക്ക് തള്ളിക്കളയുകയും അദ്ദേഹത്തെ ഡൗൺ സൈസ് ചെയ്യുകയും ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നരേന്ദ്രമോദിയെ മാറ്റി. ഈ സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗത്തിന് ഒരു പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം എന്താണെന്നറിയാവോ? താൻ ഒരു അസാധാരണ ജന്മമാണെന്നും താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ഒരർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നും പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ താങ്കൾ ദൈവവുമല്ല, താങ്കൾ അസാധാരണനായ മനുഷ്യനുമല്ല, താങ്കൾ ഒരു സാധാരണ പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് എന്ന് ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി.